എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റോസയിൽ തന്നെ നല്ലവണ്ണം പൂക്കളുണ്ടാകാൻ സഹായിക്കുന്ന, അതായത് പെട്ടെന്ന് തന്നെ മുട്ടുകളും പുതിയ തളിർപ്പുകളും വന്ന് നിറയാനുള്ള നല്ല ഒരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോകല്ലോ കേട്ടോ. എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് നേഴ്സറി റോസ് പൂക്കുന്നില്ല, ആദ്യം വന്ന് പൂക്കളിടുന്നു പിന്നെ പൂക്കളിടുന്നില്ല. ഒരുപാട് പേര് പിന്നെയും വന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് പോയി നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് അതുപോലെ ചെയ്ത് കൊടുക്കുക. ഒരുപാട് റിസൾട്ട് കിട്ടിയ വളങ്ങളാണ് ഈ വളങ്ങളെല്ലാം ഞാൻ കാണിച്ചിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നേഴ്സറി ബഡ് റോസ് പൂക്കളിടുന്നില്ല, കമ്പുകൾ കറുത്തു പോകുന്നു, നമുക്ക് ഭയങ്കര വിഷമമല്ലേ അപ്പോൾ അങ്ങനെ കാണുന്നത്. ആദ്യമൊക്കെ പൂക്കളിട്ട് നല്ലതായിട്ട് നിൽക്കും, പിന്നെ അതങ്ങ് നശിച്ചു പോകുന്നൊരവസ്ഥ. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കും, നമ്മുടെ റോസയെ നല്ലവണ്ണം നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ആദ്യം ഒരു ജൈവവളം കൊടുത്തതിന് ശേഷം 15 ദിവസം കഴിഞ്ഞ് മസ്റ്റായിട്ടും ഒരു രാസവളം കൊടുക്കേണ്ട അത്യാവശ്യമാണ്. NPK 19 രാസവളം ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഫെർട്ടിലൈസർ, അതായത് രാസവളങ്ങൾ അവൈലബിൾ ആണ്. നമ്മുടെ ഈ ഒരു വളക്കടയിലും നേഴ്സറികളിലും ഒക്കെ മേടിക്കാൻ കിട്ടും. അതൊക്കെ നിങ്ങളൊരു പാക്കറ്റ് വാങ്ങിച്ചു വെക്കുക. ഇടയ്ക്ക് എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജൈവവളം കൊടുക്കുക, പിന്നെ നല്ലൊരു കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മാറി കൊടുക്കേണ്ട അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നും നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും പഴയ കുപ്പിയോ പ്ലാസ്റ്റിക് പാത്രം എന്താണെങ്കിലും മതി. അതിനകത്തേക്ക് ഞാൻ അരി കഴുകിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ കഞ്ഞിവെള്ളമാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇത് അരി കഴുകിയ വെള്ളമാണ്. പച്ചവെള്ളത്തിലും വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ കുറച്ചും കൂടെ കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അരി കഴുകിയ വെള്ളമോ കഞ്ഞിവെള്ളമോ അന്നത്തെ കഞ്ഞിവെള്ളമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. ധാരാളം NPK അടങ്ങിയ നല്ലൊരു ഫെർട്ടിലൈസറാണ്. നല്ലപോലെ പൂക്കളിടുകയും വലിയ പൂക്കളുണ്ടാവുകയും നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളുണ്ടാവുകയും സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ അരി കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എത്രയാണോ അത്രയും ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഉള്ളിത്തൊലി, സവോളത്തൊലി ഇങ്ങനെയുള്ള പച്ചക്കറി വേസ്റ്റ് വേണ്ട കേട്ടോ. ഈ പറയുന്ന രീതിയിൽ ഉള്ളിത്തൊലിയോ സവോളത്തൊലിയോ വെളുത്തുള്ളിയുടെ തൊലിയോ എന്തുമാകാം അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ തൊലി മെയിനായിട്ട് വേണം. ബീറ്റ്റൂട്ടിൻ്റെ പഴകിയ ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഉണങ്ങി ഒക്കെ കിടക്കുന്ന ബീറ്റ്റൂട്ടില്ലേ അതാണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് ചെത്തിക്കളഞ്ഞ് ബീറ്റ്റൂട്ട് നമ്മൾ തോരൻ വെക്കാനൊക്കെ മെഴുകുവരട്ടി വെക്കാനൊക്കെ എടുക്കുമ്പോൾ തൊലി കളയത്തില്ലേ, ആ തൊലി കളയാതെ ഇതുപോലെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മൂന്നും അത്യാവശ്യമായിട്ട് ഇടണം. അതിൻ്റെ കൂടെ തന്നെ ഉലുവ ഇടുന്നത് മസ്റ്റാണ് കേട്ടോ. ഉലുവ നല്ലവണ്ണം പൂക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ മുരടിപ്പും പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ടും നമുക്ക് ഉലുവ വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ ഉലുവ ഒരു ചെറിയൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഉലുവ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തൊന്നും കുഴപ്പമില്ല, ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇത് 2-3 ദിവസം വെച്ച് നന്നായിട്ട് നമ്മൾ പുളിപ്പിച്ചെടുക്കണം കേട്ടോ. കഞ്ഞിവെള്ളത്തിലാണെങ്കിലും കാടിവെള്ളത്തിലാണെങ്കിലും അരി കഴുകിയ വെള്ളത്തിലാണെങ്കിലും ഒക്കെ പുളിപ്പിച്ചെടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ നല്ലവണ്ണം പുളിപ്പിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിയ ബീറ്റ്റൂട്ടിൻ്റെ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡൈല്യൂട്ട് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഒരിക്കലും ഒരു വളവും നമ്മൾ ഡൈല്യൂട്ട് ചെയ്താൽ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ ചെടികൾക്ക് അരിഞ്ഞു പോവേ. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു 4-5 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാം. അപ്പം അത്രയും വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഓരോ കപ്പ് വീതം ഓരോ ചെടികളുടെയും ചോട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം ചെടിച്ചട്ടി മണ്ണൊന്നും നനയത്തക്ക വിധം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റോസയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വേരുകളിലൂടെയും തണ്ടുകളിലൂടെയൊക്കെ വലിച്ചെടുത്തിട്ട് നല്ലവണ്ണം ആ ചെടി ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും പിന്നെ പെട്ടെന്ന് തന്നെ പുതിയ തളിർപ്പുണ്ടാകാനായിട്ടും, തളിർപ്പുണ്ടായി കഴിഞ്ഞാൽ മാത്രമേ അതിൽ പൂമുട്ടുകൾ ഉണ്ടാകത്തുള്ളൂ അല്ലേ. പുതിയ തളിർപ്പ് വരുമ്പോഴാണ് അതിൽ പൂമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ പൂമുട്ടുകൾ ഉണ്ടായി പുതിയ പൂക്കൾ ഉണ്ടാകാനായിട്ടും നല്ല കൊലയായിട്ടുള്ള പൂക്കൾ ഉണ്ടാകാനായിട്ടും സഹായിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ വളങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നത്. നിങ്ങളും ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ മസ്റ്റായിട്ടും 15 ദിവസം കൂടുമ്പോഴൊരിക്കൽ എക്സോഡസ് വാങ്ങിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലുള്ള വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ നീം ഓയിലോ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഈ വളം ഉപയോഗിച്ച് നോക്കാനും മറന്നുപോയി.